പുറത്തുനിന്ന് നോമ്പൊക്കെ തുറന്ന് വീട്ടിലെത്തിയതിന് ശേഷം ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് വീടിൻ്റെ അകത്തെത്തിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ ആദ്യത്തെ ടാസ്ക്. അപ്പോൾ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ചാക്കിലും അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം വലിച്ച് മക്കളും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്ന് സൂചി എടുക്കും, ഞങ്ങളത് എടുത്തിട്ട് അകത്തേക്ക് കൊണ്ടുവെക്കും. അതിൻ്റെ ഇടയിൽ കലവിലാക്കാൻ വേണ്ടിയിട്ട് ടോട്ടോ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഏകദേശമൊക്കെ അകത്ത് വെച്ചതിന് ശേഷം മക്കൾ ഗെയിം കളിച്ചപ്പോൾ കിട്ടിയ ഗിഫ്റ്റ് ആദ്യം ഒന്ന് പൊളിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. അവിടുന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗെയിം ഇവരാണ് കളിച്ചതെന്നുണ്ടെങ്കിലും മമ്മക്കുള്ള ഗിഫ്റ്റാണ് കേട്ടോ എന്നുള്ളത്. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് അടുക്കളയ്ക്കുള്ള എന്തോ ഒരു കാര്യമാണ് എന്നുള്ളത്. അപ്പോൾ ഡിന്നർ സെറ്റ് ആയിരുന്നു കേട്ടോ. 4 പ്ലേറ്റ് വലുത്, പിന്നെ 4 പ്ലേറ്റ് ചെറുത്, പിന്നെ ചെറിയ ഈ ചമ്മന്തിയൊക്കെ എടുക്കാൻ പറ്റിയ 4 എണ്ണം, പിന്നെ അങ്ങനെ കറി എടുക്കാൻ പറ്റിയ 2 എണ്ണം കേട്ടോ. പിന്നെ ഇത് ഞാൻ പുതിയ വാങ്ങിയൊരു ചെറിയൊരു ജഗ്ഗാണ് കേട്ടോ, ചായ കൊഴിച്ച് വെക്കാം. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റും വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഒട്ടും സമയം കളഞ്ഞില്ല, സാധനങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വെക്കാം കേട്ടോ. ഞാൻ വാങ്ങിയ എല്ലാതും ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യലുമാണ്. പിന്നെ സാധനങ്ങളൊക്കെ അതിൻ്റെ സ്ഥലത്ത് എടുത്ത് വെക്കുകയും ചെയ്യാമല്ലോ. പിന്നെ ഞാൻ വാങ്ങിയതായിരുന്നു ഈ ഒരു പാത്രം കേട്ടോ. 3 പാത്രം വരുന്ന ഈ ലിഡും കൂടെ ഉണ്ട്. അതിന് 249 രൂപയാണ് കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. അതിൽ രണ്ടാമത്തെ പാത്രത്തിൽ ഞാൻ ഇന്ന് വാങ്ങിയ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ഇട്ട് വെച്ചു കേട്ടോ. പിന്നെ ഇത് മക്കൾ വാങ്ങിയൊരു ബ്രെഡിൻ്റെ സ്റ്റിക്കാണ്. എന്തിനാണ് വാങ്ങിയത് നിങ്ങൾക്കൊരു ഐഡിയ ഇല്ല, ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അമേരിക്കയിൽ യൂസ് ചെയ്യുന്ന ബ്രെഡാന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നെ വാങ്ങിയതായതുകൊണ്ട് അവർ തന്നെ കഷ്ടപ്പെട്ട് തിന്ന് തീർക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഞാൻ വീട്ടിലേക്ക് വാങ്ങിയ ഹാർപ്പിക്ക്, ഡിറ്റർജൻറ്റ്, ലൈസോൾ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ വീട്ടിലേക്ക് ആവശ്യമുള്ള ക്ലീനിങ് പ്രോഡക്റ്റ്സ്, അതൊക്കെ ഞാൻ ഈ വാഷിംഗ് മെഷീൻ്റെ മുകളിലുള്ള റാക്കിലാണ് കേട്ടോ വെക്കുക. പിന്നെ വീട്ടിലേക്കുള്ള സോപ്പ്, ടൂത്ത് പേസ്റ്റ്, ഇങ്ങനെയൊക്കെ ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ പഴയൊരു വാഷിംഗ് മെഷീൻ്റെ അതിൻ്റെ മുകളിലുള്ള റാക്കിലും വെക്കും കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയ പ്ലാന്റ് ഒന്ന് റീപോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു മഞ്ഞ പാത്രം എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി പ്ലാന്റൊക്കെ വെക്കുന്ന ഒരു പോട്ടും കൂടെ എൻ്റെ അടുത്ത് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് വെള്ളം വെച്ചിട്ട് നൈസായിട്ട് അങ്ങോട്ട് വെച്ചു. അതിന് ശേഷം ഞങ്ങളിങ്ങനെ കട്ട് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് സിനിമ കാണുമായിരുന്നു കേട്ടോ. സിനിമ അല്ല, ഒരു സീരീസ്. അതിൻ്റെ ഇടയിലാണ് മഴ പെയ്തത് കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് മഴ, എനിക്ക് നേരെ തിരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ മഴയൊക്കെ കുറച്ച് ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും കട്ട് ഫ്രൂട്ട്സ് വിത്ത് മൂവിയിലേക്ക് തന്നെ കടന്നിട്ടുണ്ട്. മക്കൾ ലുലുന്ന് വാങ്ങിയ കുനാഫയൊക്കെ കഴിച്ച് അടിച്ചു പൊളിയായിട്ടിരിക്കുന്നുണ്ടോ. ഞാനും കഴിച്ചു കഴിഞ്ഞ് 1-2 സ്പൂണ്. പിന്നെ നേരെ കിടന്നുറങ്ങിയിട്ടോ. നാളെ സ്കൂളുണ്ടല്ലോ,